ഹലോ സുഹൃത്തുക്കളെ, മോണ്ട്ര ആപ്പിൻ്റെ പുതിയ വെർഷനായ മോണ്ട്ര കണക്റ്റ് എന്ന ആപ്പ് രജിസ്റ്റർ ചെയ്തതിനു ശേഷം ചെറിയൊരു ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞുതരാനാണ്. രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഓപ്പൺ ചെയ്താൽ ഇതിൽ വരുന്നത് ബാറ്ററിയുടെ ശതമാനം മുകളിൽ, അതേപോലെ തന്നെ നമ്മളെ ചേസ് നമ്പർ വരുന്നുണ്ട്, 57 കിലോമീറ്റർ ഓടാൻ റേഞ്ച് കാണിക്കുന്നുണ്ട്, ഓഡോമീറ്റർ കാണിക്കുന്നുണ്ട്. അതേപോലെ തന്നെ താഴത്ത് ക്ലസ്റ്റർ എന്ന് എഴുതിയിട്ടുണ്ട്. അതിലെന്താണെന്ന് നോക്കാം. ക്ലസ്റ്ററിൽ കാണിക്കുന്ന കുറച്ച് കാര്യങ്ങൾ എന്താ വെച്ചാൽ അതിൻ്റെ RPM, അതേപോലെ നമ്മളെ ബാറ്ററി അനലോഗായിട്ട് ബാറ്ററിൻ്റെ റേഞ്ചും ബാറ്ററീൻ്റെ കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. HV ബാറ്ററിയിൽ 50.59 വോൾട്ട്, അതേപോലെ സർവീസ് സിഗ്നൽസ് കാണിക്കുന്നുണ്ട്. പിന്നെ ബാറ്ററി ടെമ്പറേച്ചർ, മോട്ടോർ ടെമ്പറേച്ചർ എല്ലാം കാണിക്കുന്നുണ്ട്. ഏറ്റവും മുകളിൽ രജിസ്ട്രേഷൻ നമ്പർ, അപ്ഡേറ്റ്, ലാസ്റ്റ് ലൊക്കേഷൻ അത് കാണിക്കുന്നുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ ട്രിപ്പുകൾ ഓരോ ഇന്നലെ കഴിഞ്ഞ ട്രിപ്പുകളെ കാര്യങ്ങൾ 7:37 PM മുതൽ ലാസ്റ്റാണ് ഫസ്റ്റ്. അപ്പോൾ അതിൽ ഓരോ ട്രിപ്പിൽ നമുക്ക് എത്രത്തോളം ബാറ്ററി എടുത്തിട്ടുണ്ട്, 32% ബാറ്ററി എടുത്തിട്ടുണ്ട്. 3012 കിലോവാട്ട് എനർജി സേവ് ചെയ്തു. 24.98 സ്പീഡ് ആവറേജ് സ്പീഡ് വെച്ചിട്ടാണ് പോയത്. ആവറേജ് ചെറിയൊരു സ്പീഡ് നോക്കിയിട്ടാണ് കാണിക്കുന്നത്. പിന്നെ അടുത്തത് സർവീസ് ആൻഡ് മെയിൻ്റനൻസ്. സർവീസ് സെൻ്ററുകൾ എവിടെയല്ലെന്ന് ലൊക്കേഷൻ കാണിച്ചു തരികയാണ്. ഈ മോണ്ടറിൻ്റെ ഫോട്ടോ ഉള്ളതാണ് നമ്മൾ വണ്ടി വെക്കുന്ന സ്ഥലം. അപ്പോൾ അതിൻ്റെ അടുത്തുള്ള ഈ ബ്ലാക്ക് കളറിൽ മോണ്ടറിൻ്റെ സിമ്പിൾസിലൊക്കെ സർവീസ് സെൻ്ററുകളാണ്. അപ്പോൾ ഇതിൻ്റെ അടുത്തുള്ളത് ഏതാണെന്ന് ഇതിനെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ താഴെ എഴുതി കാണിക്കും എക്സോട്ടിക് ആണ് അടുത്തുള്ള സർവീസ് സെൻ്റർ. അതേപോലെ അടുത്ത് ഉള്ള വേറൊന്നും ക്ലിക്ക് ചെയ്താൽ സിയോപ്പ ഓട്ടോമൊബൈൽ കാലിക്കറ്റ്. ഇപ്പോൾ ഇവിടെ നിന്ന് ഈ ബന്ദിപ്പൂർ നാഷണൽ പാർക്കിൻ്റെ അവിടെ നിന്ന് ആ സർവീസ് സെൻ്ററിൽ ക്ലിക്ക് ചെയ്താൽ അത് ഏതാണെന്നറിയാം. അതും സിയോപ്പ കാക്കവയൽ വയനാട്, മീനങ്ങാടി കോഴിക്കോട്. പിന്നെ ഇങ്ങനെ ഓരോ സർവീസ് സെൻ്ററുകളുണ്ട്. ഇതിന് ക്ലിക്ക് ചെയ്താൽ ഓരോ സർവീസ് സെൻ്ററുകൾ കാണിച്ചു തരുന്നതാണ്. അത് പിന്നെ നമുക്ക് ലൊക്കേഷൻ വെച്ചിട്ട് അത് പോവുകയും ചെയ്യാം. ഓക്കെ, പിന്നെ അടുത്തത് ബാക്ക് അടിച്ചു കഴിഞ്ഞാൽ റോഡ് സൈഡ് അസിസ്റ്റൻ്റ് RSA, അതിനൊരു കസ്റ്റമർ കെയർ നമ്പർ വരും. അതിലേക്ക് വിളിച്ചു കഴിഞ്ഞാൽ RSA അവൈലബിൾ ആവും. അത് കഴിഞ്ഞ് അടുത്തത് അതിൽ കാണിക്കണത് വെഹിക്കിൾ ഡോക്യുമെൻറ്റ്സ്. ഇതിൻ്റെ യൂസർ മാനുവൽ ഉണ്ട്. നമുക്ക് വണ്ടി എടുക്കുമ്പോൾ ഒരു യൂസർ മാനുവലായിട്ടൊരു ബുക്ക് കിട്ടുന്നുണ്ട്. ആ സംഗതി കംപ്ലീറ്റ് ഇതിലുണ്ട്. ഉണ്ടോ? ആ യൂസർ മാനുവലിലെ എല്ലാ പേജുകളും ഇതിൽ വരുന്നുണ്ട്. ഓക്കെ, പിന്നെ അതിലുള്ളത് RC ബുക്ക് നമുക്ക് ആഡ് ചെയ്യാം. നമ്മൾ RC ബുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഫോട്ടോ എടുത്തിട്ട് ക്യാമറയിൽ അറ്റാച്ച് ചെയ്യുക. അതേപോലെ തന്നെ ലൈസൻസ് അറ്റാച്ച് ചെയ്യുക, ഇൻഷുറൻസ്. ഇപ്പോൾ ഇതിൽ യൂസർ മാനുവൽ മാത്രമേ അറ്റാച്ച് ആയിട്ടുള്ളൂ. അതുകൊണ്ടാണ് ആ ബ്ലാക്ക് കളർ അവിടെ തെളിഞ്ഞ് കിടക്കുന്നത്. ബാക്കിയൊക്കെ ഹൈഡായി കിടക്കുന്നതുകൊണ്ട് അതിലൊന്നും അറ്റാച്ച് ചെയ്യാത്തത് കൊണ്ടാണ് അത് തെളിഞ്ഞ് കിടക്കാത്തത്. അറ്റാച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ RCൻ്റെ ഒരു കോപ്പി എടുത്തിട്ട് ക്യാമറയിൽ കൊടുത്താൽ RC ഇങ്ങനെ ക്യാമറ വെച്ചിട്ട് ഇങ്ങനെ ക്യാമറയിൽ RC കാണിച്ചു കൊടുത്തിട്ട് അത് അറ്റാച്ച് ചെയ്യാവുന്നതാണ്. പിന്നെ ഇതിൽ വരുന്നത് ഫൈൻഡ് മൈ EV. നമ്മളെ EV എവിടെയെന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ വേറെ എവിടെയെങ്കിലുമൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മളെ EV എവിടെയെന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ EVയുടെ ലൊക്കേഷൻ എപ്പോഴും ഓണായി കിടക്കണം കേട്ടോ, അല്ലെങ്കിൽ അത് കറക്റ്റായിട്ട് സെറ്റ് ആവില്ല. അപ്പോൾ ഇത് അപ്ഡേറ്റ് ആയിട്ടില്ല. ഞാൻ കുറച്ച് നേരത്തെ പോയത് അവിടെ സ്റ്റക്കായി നിൽക്കുകയാണ്. ഓക്കെ.
ഇപ്പോൾ EV ഇവിടെയാണുള്ളത്. ഞാനിപ്പോൾ വീട്ടിലാണ്. ആ വീടിൻ്റെ ലൊക്കേഷനാണ് ഈ കാണിക്കുന്നത്. കേട്ടോ, ഇത് നോക്കിക്കഴിഞ്ഞാൽ അതേപോലെ EVൻ്റെ ലൊക്കേഷൻ കിട്ടും. ഡയറക്ഷൻ അടിച്ചു കഴിഞ്ഞാൽ ലൊക്കേഷൻക്ക് നേരെ ചെല്ലും. അപ്പോൾ ഈ ലൊക്കേഷൻ ഇട്ടായിരുന്നു. അങ്ങനെ ലൊക്കേഷൻ പോവാം തന്നെയാണ്. അതേപോലെ ലൊക്കേഷന് ഒരാൾക്ക് സെൻഡ് ചെയ്ത് കൊടുക്കുക. Your destination is on the left. സെൻഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ലൊക്കേഷന്. ഓക്കെ, പിന്നെ അടുത്തത് സമ്മറി. നമ്മളെ എഫിഷ്യൻസി എത്ര എടുത്തു എന്നുള്ളതാണ്. അതിപ്പോൾ ഡാറ്റ നോട്ട് അവൈലബിൾ ആണ്. നെറ്റ്വർക്ക് സെർവർ ബിസി ആയിട്ടായിരിക്കും. പിന്നുള്ളത് EV കെയർ. ഇലക്ട്രിക് വാഹനത്തെ എങ്ങനെ കെയർ ചെയ്യാം എന്നതിനെക്കുറിച്ചുള്ള ഒരു ഇതാണ്. ചാർജിങ് ചെയ്യുമ്പോൾ, അപ്പോൾ ചാർജിങ്ങിൻ്റെ അതിൽ ക്ലിക്ക് ചെയ്താൽ ചാർജ് ചെയ്യേണ്ടത് എങ്ങനെ എന്നുള്ളതിന് ശരി മാർക്ക് ഇട്ടിട്ട് ഈ സംഗതികളൊക്കെ വായിച്ച് നോക്കിയിട്ട് അതേപോലെ ചെയ്യാം. അതായത് ഫസ്റ്റ് കണക്ഷൻ എങ്ങനെയാണ് ചാർജ് ചെയ്യേണ്ടതെന്നുള്ളതിൻ്റെ കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ചെയ്യേണ്ടാത്ത കാര്യങ്ങളാണ് ഇവിടെ ഈ ഇൻറ്റു മാർക്ക് ഇട്ടിട്ടുള്ളത്. അതിൽ ക്ലിക്ക് ചെയ്താൽ എന്തൊക്കെ ചെയ്യാൻ പാടില്ല എന്നത് എഴുതി കാണിക്കും. ഡു നോട്ട് കണക്ട് ചാർജ് വിത്ത് വെഹിക്കിൾ ചാർജിങ് വെഹിക്കിൾ സ്വിച്ച് ഓൺ സമയത്ത് ചാർജ് ചെയ്യാതിരിക്കുകയാണ് നല്ലത് എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ ഇൻട്രൊഡക്ഷന് കാര്യങ്ങളും കാണിച്ചു തരികയാണ്. ഇനിയിപ്പോൾ അതിൻ്റെ വീഡിയോസ് ആയിട്ടുള്ള അത് ഇതിലുണ്ട്. ആ വീഡിയോസ് പ്ലേ ചെയ്താൽ നമുക്ക് വീഡിയോ ആയിട്ട് ഇങ്ങനെ ഓരോന്ന് കാണിച്ചു തരും. എങ്ങനെ ചാർജ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചാണല്ലോ. അതങ്ങനെ. അതേപോലെ തന്നെ സ്റ്റോപ്പ് ആൻഡ് പാർക്ക്, അതിലും ഈ പറഞ്ഞ പോലെ തന്നെ ചെയ്യേണ്ടുന്ന കാര്യങ്ങളും ചെയ്യേണ്ടാത്ത കാര്യങ്ങളും ആണ് ഇതിലുള്ളത്. പിന്നെ വീഡിയോസ് ഉണ്ട്. സ്റ്റാർട്ട് ആൻഡ് ഡ്രൈവ് ചെയ്യേണ്ടത് എങ്ങനെയെന്നുള്ളതിനും ചെയ്യേണ്ട കാര്യങ്ങളും ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളും ആണ് ഇതിലുള്ളത്. അതേപോലെ വണ്ടി വാഷ് ചെയ്യേണ്ടുമ്പോൾ മുൻകരുതലുകൾ എടുക്കേണ്ട കാര്യങ്ങളും ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളും ഇതിൽ കാണിക്കുന്നുണ്ട്. പിന്നുള്ളത് ഫ്യൂസ് ഔട്ട് ചേഞ്ച്. ഫ്യൂസുകൾ എങ്ങനെ ചേഞ്ച് ചെയ്യാം എന്നതിനെക്കുറിച്ചുള്ള വീഡിയോ ആണ് കാണിക്കുന്നത്. അതൊക്കെ നിങ്ങൾ ആപ്പ് ഓപ്പൺ ചെയ്ത് പ്ലേ ചെയ്താൽ കാണാവുന്നതാണ്. അതേപോലെ ടയർ എങ്ങനെ റീപ്ലേസ് ചെയ്യാം എന്നതിനെക്കുറിച്ചുള്ള വീഡിയോസും ഇതിലുണ്ട്. ഓയിൽ ചേഞ്ച് ചെയ്യാം എന്നതിനെക്കുറിച്ചുള്ള വീഡിയോസും ഇതിലുണ്ട്. ബൾബ് എങ്ങനെ റീപ്ലേസ് ചെയ്യാം എന്നതിനെക്കുറിച്ചുള്ള വീഡിയോസ് ഇതിലുണ്ട്. അതുപോലെ പിന്നെ അടുത്തത് ഡാഷ്ബോർഡാണ്. ഡാഷ്ബോർഡിൽ നമ്മളെ ഓഡോമീറ്ററും അതേപോലെ നമ്മളെ ഗ്രാഫ് കാണിക്കുകയാണ്. ഓരോ ഇപ്പോൾ ഏപ്രിൽ 23 എത്ര കിലോമീറ്റർ എത്ര മണിക്കൂർ ഉപയോഗിച്ചു എന്നതിനെക്കുറിച്ച് അറിയാം. അത് 22, 21 അങ്ങനെ ഓരോ ഗ്രാഫുകളുണ്ട്. ഇനിയിപ്പോൾ അത് കിലോമീറ്റർ ഡ്രൈവറിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ എത്ര കിലോമീറ്റർ ഓടി എന്നുള്ളതും കാണിക്കാം. അപ്പോൾ ഇവിടെ 23 ഏപ്രിലിൽ ഞാൻ ഓടിയ കിലോമീറ്റർ 144. അതേപോലെ 19-ാം തീയതി 192 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. അങ്ങനെ ഓരോ ഗ്രാഫുകൾ കാണിക്കുന്നുണ്ട്. അതേപോലെ മുകളിൽ ബാറ്ററിയിൽ ക്ലിക്ക് ചെയ്താലും ആ ഗ്രാഫ് തന്നെ കാണിക്കുന്നുണ്ട്. ബാറ്ററി യൂസേജിനെ കുറിച്ചും ബാറ്ററിൻ്റെ ശതമാനത്തെക്കുറിച്ചും ഒക്കെ കാര്യങ്ങൾ കാണിക്കുന്നുണ്ട്. ഓരോ സമയത്ത് 9:30 മണിക്ക് എത്ര ചാർജ് ഉണ്ടായിരുന്നു, അങ്ങനെ വീണ്ടും ചാർജ് ചെയ്തിട്ടുണ്ടോ എന്ന കാര്യങ്ങളും ഒക്കെ കാണിച്ചു. 1:30 മണിക്ക് ചാർജ് 50% ആയ സമയത്ത് ഞാൻ ചാർജ് ചെയ്തിരുന്നു. അത് വീണ്ടും ചാർജ് ആക്കിയിട്ടാണ് ഉപയോഗിച്ചതെന്നൊക്കെ അറിയാൻ കഴിയുന്നുണ്ട്.
അതായത് രാവിലെ 9:30-ക്ക് 100% ഉണ്ടായിരുന്നു. പിന്നെ 1:30 മണിയായപ്പോൾ 50%ആയി. ഞാനതിനെ വീണ്ടും ചാർജ് ചെയ്തു. ചാർജ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ വണ്ടി എടുക്കുന്നത് 3:30 മണിക്കാണ്. 3:30 മണിക്ക് ചാർജ് ഇട്ട സമയത്ത് ഇവിടെ 75%-ൻ്റെ മുകളിൽ ചാർജ് ഉണ്ടായിരുന്നു. അതൊക്കെ വളരെ കറക്റ്റാണ്. ഞാൻ വീണ്ടും ചാർജ് ചെയ്തുകൊണ്ട് അങ്ങനെ കാണിക്കുകയാണ്. അങ്ങനെ വീണ്ടും ഇങ്ങനെ ഓടി വന്ന് ഇപ്പോൾ 9:30 മണി ആയപ്പോൾ ഞാൻ ആൾട്ടാക്കി. ആ സമയത്ത് ചാർജ് 36%. അതായത് 25%-ൻ്റെയും 50%-ൻ്റെ ഇടയിൽ ഗ്രാഫ് നിൽക്കുന്നുണ്ട്. അത് 37% ചാർജ് ഉണ്ട് എന്നുള്ളതൊക്കെ കാണിക്കുന്നുണ്ട്. ഓക്കെ, പിന്നെ ഉള്ളത് സെക്യൂരിറ്റികളാണ്. സെക്യൂരിറ്റി സ്പീഡ് ലിമിറ്റ് നമുക്ക് കൺട്രോൾ ചെയ്യാം. ഇത് ഓണാക്കി കഴിഞ്ഞാൽ, അതായത് സ്പീഡ് ലിമിറ്റ് സെറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഈ വെഹിക്കിൾ എക്സീഡ് സെറ്റ് ആൻഡ് ലിമിറ്റ്, അതായത് ഇതിലൊരു ലിമിറ്റ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് 20 അല്ലെങ്കിൽ 30 കിലോമീറ്റർ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, അത് അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ സ്പീഡിൻ്റെ മുകളിലേക്ക് പോയാൽ 31, 32 സ്പീഡായി കഴിഞ്ഞാൽ ഈ വാഹനം രജിസ്റ്റർ ചെയ്ത നമ്പറിലേക്കും റിമൈൻഡറായിട്ട് മെസ്സേജ് വരും. അങ്ങനെയാണ് ഇതിൽ പറയണത്. ഇപ്പോൾ 30 കിലോമീറ്റർ സെറ്റ് ചെയ്ത് അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പോൾ അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അപ്ഡേറ്റ് ആയി. ഇനി 30-ൻ്റെ മുകൾക്ക് സ്പീഡ് പോയി കഴിഞ്ഞാൽ മെസ്സേജ് വരും, നോട്ടിഫിക്കേഷൻ വരും, സ്പീഡ് ഓവറാണ് എന്ന് പറഞ്ഞു. അത് നമുക്ക് എത്ര വേണമെങ്കിലും സെറ്റ് ചെയ്യാം. അതിനുശേഷം സ്പീഡ് കറക്റ്റ് ചെയ്തിട്ട് അപ്ഡേറ്റ് കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ ഞാനിത് ഓഫാക്കിയിട്ടാണ്, നമുക്കത് ആവശ്യമില്ല. പിന്നെ വരുന്നത് ജിയോ ഫെൻസ്. അത് നമ്മളൊരു ലൊക്കേഷൻ്റെ, ഇപ്പോൾ നമ്മളുള്ള ലൊക്കേഷനിൽ നിന്ന് ഇവിടെ ഇത്ര മീറ്റർ അകലം കൊടുത്തിട്ട് ഒരു നിശ്ചിത കൊടുത്ത് അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ലൊക്കേഷൻ്റെ പരിധിക്ക് പുറത്ത് ചാടിയാലും ഇതേപോലെ മെസ്സേജ് വരും. ഇങ്ങനെ കറക്റ്റ് ലൊക്കേഷൻ്റെ ഇപ്പോൾ സ്പീഡ് ലിമിറ്റ് സെറ്റ് ചെയ്യണ പോലെ തന്നെ ലൊക്കേഷൻ ലിമിറ്റ് സെറ്റ് ചെയ്യണ ഒരു സംഗതിയാണത്. ഓക്കെ, അതും ഞാനിപ്പോൾ സെറ്റ് ചെയ്യണില്ല, നമുക്കതിൻ്റെ ആവശ്യം വരുന്നില്ല. അത്തരം കാര്യങ്ങളൊക്കെ ഇതിൽ ഇപ്പോൾ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അതിപ്പോൾ ഫസ്റ്റ് കണ്ട ഹോം മോഡ് ഇതിലാണ് ഉള്ളത്. ഇനി നെക്സ്റ്റ് ഇവിടെ ചാർജിങ് ലൊക്കേഷനുകൾ, അടുത്തുള്ള ചാർജിങ് സ്റ്റേഷനുകൾ അറിയാൻ കഴിയുന്നുണ്ട്. ഈ ആപ്പിൽ തന്നെ അതും കഴിയുന്നുണ്ട്. ഇപ്പോൾ നിയറസ്റ്റ് ചാർജിങ് സ്റ്റേഷനുകൾ ഇവിടെയൊക്കെ കാണിക്കുന്നുണ്ട്. അതും ഇങ്ങനെ ഓരോ പോസ്റ്റ് കാണിക്കുന്നുണ്ട്. ഇപ്പോൾ കാളികാവ് ആണെങ്കിൽ കാളികാവുണ്ട്, അടുത്ത് കരുവാരകുണ്ടുണ്ട്, പിന്നുള്ളത് ഇവിടെ പൂക്കോട്ടുംപാടുണ്ട്. ഇതൊക്കെ ഓരോ ചാർജിങ് ലൊക്കേഷനുകൾ ഇവിടെ ഇങ്ങനെ കാണിക്കുന്നുണ്ട്. അത് ലൊക്കേഷൻ നോക്കി നമുക്ക് പോവുകയും ചെയ്യാം. അതിങ്ങനെ അടിച്ചു കഴിഞ്ഞാൽ നേരെ ഗൂഗിൾ മാപ്പിലേക്ക് കയറും, ലൊക്കേഷൻ കിട്ടും. അങ്ങനെ ലൊക്കേഷൻ നോക്കിയിട്ട് നമുക്ക് ചാർജിങ് സ്റ്റേഷൻ, ചാർജ് മോഡിലേക്ക് എത്താനുള്ള വഴിയാണത്. പിന്നെ അടുത്തത് എന്താണ് അതിൽ, പിന്നെ നമ്മളെ റിവാർഡ്സാണ്. അത് നമ്മളെ മോണ്ട്ര ഡ്രൈവർ ആപ്പിലുള്ള അതേ സംഗതി തന്നെയാണ്. സിറ്റിയിൽ എത്ര കൂടുതൽ കിലോമീറ്റർ ആൾ ഇന്നത്തെ ദിവസം, അതേപോലെ സ്റ്റേറ്റിൽ നോക്കുമ്പോൾ ഇന്നത്തെ ദിവസം ഏറ്റവും കൂടുതൽ കിലോമീറ്റർ ഓടിയ ആളുകളെ ലിസ്റ്റുകളാണ്. അതേപോലെ സിറ്റി, ജില്ല, അതേപോലെ അവർ ഓടിയ കിലോമീറ്റർ, പാൻ ഇന്ത്യ, അതായത് ആൾ ഇന്ത്യ ലെവലിൽ ഓടിയത് അത് മുകളിൽ. പിന്നെ ഇന്നത്തെ ദിവസം, അതായത് ഈ മാസം, അതുപോലെ ഈ ഇയർ, അല്ലെങ്കിൽ ടോട്ടൽ, ഇപ്പം വണ്ടി ഇറങ്ങിയിട്ടുള്ള ടോട്ടൽ അതും കാണിക്കുന്നുണ്ട്. അങ്ങനെ ഓരോ സംഗതികൾ ഇതിൽ കാണിക്കുന്നുണ്ട്. പിന്നുള്ളത് SOS എമർജൻസി നമ്പർ. നമ്മളൊരു നമ്പർ സെറ്റ് ചെയ്ത് വെച്ചിട്ട് അതിൽ ക്ലിക്ക് ചെയ്താൽ ആ നമ്പറിലേക്ക് മെസ്സേജ് കോൾ പോകുന്ന രീതിയിലുള്ള എമർജൻസി അലർട്ടുകളാണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഒരു ആകത്തുക ഇതിലുള്ളത്. ഇനി കൂടുതൽ അറിയാവുന്ന ആളുകളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. ഓക്കെ.